ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വിജി. അങ്ങനെ ഓണം വീഡിയോ കഴിഞ്ഞിട്ട് നമ്മളിപ്പോഴാണ് കാണുന്നത്. ഇതിനിടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. എനിക്കൊരു സിവിയർ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് അങ്ങനെ അധിക സമയം ഇരിക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഇരിക്കാൻ, നടക്കാനും എന്തെങ്കിലും സാധനം ഒന്ന് കുനിഞ്ഞെടുക്കാനും ഒക്കെ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടല്ല. ചെറിയൊരു ബൈബിളത്തെ ഒരു ചെറിയ രണ്ട് ബോൺസ് തമ്മിലുള്ള ബെൻഡോ അങ്ങനെ എന്തോ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അത് ഉണ്ടപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ അത് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഹിപ്പിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള ഒരു എക്സസൈസ് പറഞ്ഞു തന്നു. അപ്പോൾ അത് ഡെയിലി ചെയ്ത് ഒരു 2-3 വീക്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിയത്. കാരണം എനിക്ക് അത്രയും റെസ്റ്റ് എടുത്താലേ ഇതിനൊരു സൊല്യൂഷൻ ഒന്നും ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ടൈം കൊടുത്തതാണ്. കാരണം അല്ലെങ്കിൽ ഞാൻ ഡാൻസ് ക്ലാസ്സിനോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ കൂടിപ്പോയാൽ പിന്നെ അത് കുറയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഞാനൊരു റെസ്റ്റ് എടുക്കാമെന്നൊരു തീരുമാനിച്ചത്. അപ്പോൾ അതാണ് ഇത്ര ഒരു ഗ്യാപ്പൊക്കെ വന്നത്. എന്തായാലും വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇന്നൊരു വലിയൊരു സന്തോഷം ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പതിയെ കാണാം എന്താണെന്നുള്ളത്. ചെറിയൊരു ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ചെറിയൊരു ഗിഫ്റ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. അന്നേരം നമുക്ക് കാണാം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ എന്തായാലും പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാനുള്ളൊരു ഇതിലാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതൊരു സൽവാറാണ്. ഇത് ഞാൻ മാക്സിൽ നിന്ന് വാങ്ങിയൊരു ടോപ്പാണ്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇതൊരു പ്ലെയിൻ വൈറ്റാണ്. ഇതൊന്ന് അയൺ ചെയ്യണം. ഒരു പ്ലെയിൻ വൈറ്റ് നല്ല മെറ്റീരിയലാണ്. മാക്സിൽ നിന്ന് വാങ്ങിച്ചൊരു ടോപ്പാണ്. അപ്പോൾ ഇത് ഇങ്ങനൊരു ഓഫ് വൈറ്റ് ചെറിയൊരു എംബ്രോയ്ഡറി ഒക്കെ ഉള്ളൊരു ടോപ്പാണ്. ഇതിനൊരു വീനെക്കുമാണ്. പക്ഷേ എനിക്കിപ്പോൾ വീനെക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു വീനെക്കാണ്. ഇതെനിക്ക് പെർഫെക്റ്റ് ഫിറ്റാണ്. കറക്റ്റ് എനിക്ക് വേണ്ടി തയ്ച്ച പോലെ നല്ല പെർഫെക്റ്റ് ഫിറ്റാണ്. അപ്പോൾ ഇതിനൊരു ഞാനൊരു ദുപ്പട്ട വാങ്ങിച്ചായിരുന്നു. ഇത് നല്ലൊരു അടിപൊളി ഓറഞ്ച് ദുപ്പട്ടയിൽ ഇവിടെ ഒരു പട്ടൊക്കെ ഉണ്ട്. നല്ല ദുപ്പട്ടയാണ്. ഒരു കോട്ടൺ ഓർഗാൻസ മിക്സ് ആണെന്ന് തോന്നി ഈ മെറ്റീരിയൽ. എന്തായാലും ഇതൊരു ടിഷ്യൂ. അപ്പോൾ ഇതും ഈ വൈറ്റിൻ്റെ കൂടെ നന്നായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ ഇതിൻ്റെ ബോട്ടം തപ്പി നടന്നിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഗോൾഡൻ പാൻറ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇട്ട് നോക്കാം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് അതൊന്ന് റെഡിയായി നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് റെഡിയാവാം. ഔട്ട്ഫിറ്റ് ഞാൻ ഇട്ടു. നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല. ഇത് റെഡിമെയ്ഡ് വാങ്ങി ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ടോപ്പ് കറക്റ്റ് ഫിറ്റാണ്. ഇതൊരു ബോട്ടം ഞാൻ വാങ്ങിയ ബോട്ടം. ലാസ്റ്റ് ഫൈനൽ ലുക്കായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. എന്തായാലും ഫേസ് ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടിട്ടുണ്ട്. അത് മാത്രമേ അതൊന്നും ചെയ്യുന്നില്ല. നമുക്ക് കണ്ണിൻ്റെ ചുറ്റും മാത്രം നമുക്കത് കുറച്ച് പൗഡർ ഇടാം. അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കരമായിട്ട് ഓയിൽ എന്ന് വെച്ചാൽ നമുക്ക് ഇന്നിപ്പം ഭയങ്കരമായിട്ട് ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുറത്തല്ല എന്തായാലും പോകുന്നത്. അതുകൊണ്ട് അത് മാത്രം പൗഡർ ഇട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഈ സ്കിൻ റാഷ് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഐബ്രോസ് ഒന്ന് വലുതായിട്ടില്ല. ഞാൻ മൈക്രോബ്ലേഡ് ചെയ്തതുകൊണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്യണം എന്ന് തോന്നി. നമുക്ക് കാജലൂടെ എഴുതിയേക്കാം അല്ലേ? ഇതിൻ്റെ ഈ
സ്മഡ്ജിയുമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ കണ്ണിൻ്റെ പരിപാടി. കുറച്ച് മസ്കാരയും കൂടി ഇട്ടേക്കാം അല്ലേ, എന്തായാലും കണ്ണെഴുതിയാണല്ലോ, പിന്നെ നമുക്ക് മസ്കാര കൂടി കംപ്ലീറ്റ് ചെയ്തേക്കാം. ഇത് ഓൾമോസ്റ്റ് ഫിനിഷായി, ഇത് ഡ്രൈഡ് ഔട്ട് ആയിട്ടുണ്ട്. നമുക്ക് വേറെ മേടിക്കണം. എന്തായാലും ഞാൻ വാഷബിളെ യൂസ് ചെയ്യുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പല ഇതിലും. വാഷബിളിനോടാണ് താല്പര്യം, കാരണം കളയാൻ എളുപ്പമുണ്ട്. മറ്റത് നമ്മൾ റിമൂവർ യൂസ് ചെയ്യണം, പിന്നെ അതും പോവില്ല, റിമൂവറിലും പോവില്ല, കുറേ ദിവസം ഐലാഷ് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് ഐലാഷിന് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ബെറ്റർ നിങ്ങൾ വാഷബിൾ മസ്കാര വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലിപ്സ്റ്റിക്കും കൂടി ഇട്ടേക്കാം. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ലിപ് ഗ്ലോസുകളാണ് കൂടുതൽ ഇട്ടത്, കാരണം ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട് മാറ്റ് ലിപ്സ്റ്റിക്ക്. എന്തെങ്കിലും ഒക്കേഷൻസ് വരുമ്പോൾ മാത്രം ഞാനത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് ലോറിയാലിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് അല്ല, ഗ്ലോസ് ആണിത്. അപ്പോൾ ഇത് നമുക്ക് ഇടാമെന്ന് വിചാരിച്ചു, അതാണ്. അത്യാവശ്യം പിഗ്മെൻ്റഡ് ആണ്, അപ്പോൾ നമുക്കിത് ഒത്തിരി അങ്ങ് ഇടാൻ പറ്റില്ല. അപ്പോൾ കുറച്ചൊരു ഇതായിട്ട് ഇടാൻ പറ്റുള്ളൂ, അതാണ് ഞാൻ കുറച്ചായിട്ട് എടുത്തത്. നമുക്ക് ഇത്രയും മതിയാവും, ചെറിയൊരു ഇത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. എനിക്ക് കുറച്ച് മാറ്റായിട്ട് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പം, ഇത് ഗ്ലോസ് അല്ല, ലിക്വിഡ് ലിപ്സ്റ്റിക്കും അല്ല, അങ്ങനത്തെ ഒരു സാധനമാണ്, ഒരു മൂസ് ടെക്സ്ചറാണ്. അതൊരു ഷെയ്ഡ് എനിക്ക് പേരൊന്നും കാണാൻ പറ്റുന്നില്ല, സോറി, ഇതിൻ്റെ പേര് കാണാൻ എനിക്ക് പറ്റുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല, സോറി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക്, ഞാനങ്ങനെ ജ്വല്ലറി ഒന്നും ഇടുന്നില്ല, കാരണം ഓൾറെഡി ഈ ഡ്രസ്സ് കുറച്ച് ഇതാണ്, അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല. അപ്പം ഞാൻ എന്തായാലും മുടിയൊന്ന് നോക്കട്ടെ. എൻ്റെ ഒരു ഫ്രിസി റഫ് ഹെയർ ആണ്, ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ, നമുക്ക് എന്നിട്ട് നമ്മുടെ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ റീസെൻ്റ്ലി വാങ്ങിയൊരു പ്രൊഡക്റ്റാണ് ലോറിയാലിൻ്റെ ഹെയർ സിറം. ഇതൊരു നല്ല സംഭവം കേട്ടോ, കാരണം ഇതുപോലെ ഡാമേജ്ഡ് അല്ലെങ്കിൽ ഡ്രൈ ഹെയർ ഒന്ന് മാനേജബിൾ ആക്കാൻ പറ്റിയൊരു സിറമാണ്. നല്ലൊരു സിറമാണ്, ഇത് പെട്ടെന്ന് തന്നെ ഒതുങ്ങും. ഇപ്പം ഇത് കാണാമല്ലോ, നിങ്ങളുടെ മുടി ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത്. ഇതൊന്ന് ചെയ്താൽ അതിനൊരു നല്ല മണമുണ്ട്, അതിൻ്റെ കൂടെ കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കും നമ്മുടെ ഹെയർ ഇങ്ങനെ ഇതായിട്ടിരിക്കുമ്പോൾ. നിങ്ങളൊരിക്കലും സ്കാൽപ്പിലേക്ക് കൊണ്ടുപോകരുത്, നിങ്ങളുടെ ഹെയറിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ. നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങിയിരിക്കും. കിട്ടാമെന്നാണ് വിചാരിക്കുന്നത്, നോക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടേക്കും. എന്തായാലും നമ്മൾ ആ സമയത്തത്തെ ഇറങ്ങുമ്പോൾ എന്ത് തോന്നുന്നു അപ്പോൾ അതങ്ങനെ ചെയ്യും. അപ്പോൾ പിന്നെ ജ്വല്ലറി ഒന്നും ഇടുന്നില്ല, എൻ്റെ ഒരു വാച്ച് ഉണ്ട്, അത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി ചിലപ്പോൾ വോയിസ് ഓവർ ആയിരിക്കും, എന്തായാലും പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. നമുക്കപ്പോൾ എന്തായാലും കാണാം. എന്തായാലും ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം.
അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഒരു ഹാപ്പി എൻഡിങ് ആണ്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും എൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെയാണ് എനിക്ക് ഹസ്ബൻഡ് ഒരു വണ്ടി വാങ്ങി തന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു സ്വപ്നമായിരുന്നു i10 വേണം എന്നുള്ളത്. അതെൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അങ്ങനെ അത് ഇന്ന് സാക്ഷാത്കരിച്ചു. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ അതിലേറെ സന്തോഷമുണ്ട്. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ദെൻ ബൈ.